അറിവില്ലായ്മയുടെ അന്ധകാരത്തിൽ അർഹതപ്പെട്ട ആനുകൂല്യങ്ങൾ അന്യമായി പോകുന്ന എത്രയോ ജീവിതങ്ങളുണ്ട് നമുക്ക് ചുറ്റും. അപേക്ഷിക്കാൻ വൈകിയതുമൂലം ആരും പറഞ്ഞു തരാത്തതുകൊണ്ട് മാത്രം കൈപ്പിടിയിൽ ഒതുങ്ങേണ്ട തുകകൾ ഖജനാവിൽ തന്നെ ഉറങ്ങിക്കിടക്കുന്നു. അതെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, നമ്മുടെ കേരളത്തിൽ ജനങ്ങൾക്കായി കേരള സർക്കാരുകൾ ഒരുക്കുന്ന വലിയൊരു ധനസഹായ പദ്ധതിയെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ സംസാരിക്കുന്നത്. പാവപ്പെട്ട കുടുംബങ്ങളിലെ പെൺമക്കളുടെ വിവാഹ ധനസഹായം മുതൽ തലചായ്ക്കാൻ ഒരിടമില്ലാത്തവർക്കുള്ള ലൈഫ് മിഷൻ പദ്ധതിയും അമ്മമാർക്കുള്ള പ്രസവ ആനുകൂല്യങ്ങളും വരെ ബാങ്ക് അക്കൗണ്ടിലേക്ക് നേരിട്ട് പണമെത്തുന്ന ഈ അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുകയാണ്. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ റേഷൻ കാർഡ് ആനുകൂല്യങ്ങൾ കൃത്യമായി മനസ്സിലാക്കിയിരുന്നു. ഇന്ന് അർഹതപ്പെട്ടവർ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ സുപ്രധാന വിഷയത്തിലേക്ക് നമുക്ക് കടക്കാം. ആദ്യമായി വിവാഹ ധനസഹായവും പ്രസവ ആനുകൂല്യങ്ങളും. ആദ്യം തന്നെ നമ്മുടെ വീട്ടിലെ മംഗളകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട സഹായങ്ങളിലേക്ക് വരാം. സാമ്പത്തികമായി പിന്നോക്കം നിൽക്കുന്ന കുടുംബങ്ങളിലെ പെൺകുട്ടികളുടെ വിവാഹത്തിനായി സാമൂഹ്യ നീതി വകുപ്പ് വഴി ധനസഹായം നൽകുന്നുണ്ട്. അച്ഛനില്ലാത്ത പെൺകുട്ടികളുടെ വിവാഹം അല്ലെങ്കിൽ വിധവകളായ അമ്മമാരുടെ മക്കളുടെ വിവാഹം എന്നിവയ്ക്കൊക്കെ പ്രത്യേക ഗ്രാന്റുകൾ ലഭ്യമാണ്. അതുപോലെ തന്നെ ഒരു ജീവന് ജന്മം നൽകുന്ന അമ്മമാർക്കായി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന വഴി ധനസഹായം നേരിട്ട് ബാങ്കിൽ എത്തുന്നുണ്ട്. ആദ്യത്തെ പ്രസവത്തിന് 5000 രൂപയും രണ്ടാമത്തെ പെൺകുട്ടിയാണ് ജനിക്കുന്നത് എങ്കിൽ 6000 രൂപയും ഘട്ടം ഘട്ടമായി അക്കൗണ്ടിലേക്ക് ലഭിക്കും. ഇതിനാവശ്യമായ രേഖകൾ എന്തൊക്കെ എന്ന് നോക്കാം. ആദ്യമായി റേഷൻ കാർഡാണ്. BPL മുൻഗണനാ വിഭാഗം ആയിരിക്കണം. രണ്ടാമത് ബാങ്ക് അക്കൗണ്ട് പാസ്ബുക്ക്. 3 ജനന സർട്ടിഫിക്കറ്റ്, വിവാഹ ക്ഷണക്കത്ത്. 4 വരുമാന സർട്ടിഫിക്കറ്റ്. ഇനിയും വിവാഹ ധനസഹായത്തിന് എങ്ങനെ അപേക്ഷിക്കാമെന്ന് നമുക്ക് നോക്കാം. കേരള സർക്കാരിൻ്റെ സാമൂഹ്യ നീതി വകുപ്പ് വഴി ലഭിക്കുന്ന വിവാഹ ധനസഹായങ്ങൾക്ക് ഉദാഹരണത്തിന് വിധവകളുടെ പെൺമക്കൾക്കുള്ള ധനസഹായം ഇപ്പോൾ ഓൺലൈനായി തന്നെയാണ് അപേക്ഷിക്കേണ്ടത്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് സുനീതി പോർട്ടൽ sunidhi.sjd.kerala.gov.in എന്ന വെബ്സൈറ്റാണ്. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ടത് ആദ്യം ഗൂഗിളിൽ പോയി സുനീതി പോർട്ടൽ എന്ന് സെർച്ച് ചെയ്യണം. സാമൂഹ്യ നീതി വകുപ്പിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് തുറക്കുക. അതിൽ പുതിയൊരു അക്കൗണ്ട് എടുക്കുക. ശേഷം മൊബൈൽ നമ്പരും OTPയും ഉപയോഗിച്ച് അക്കൗണ്ട് എടുക്കാവുന്നതാണ്. ലോഗിൻ ചെയ്തതിന് ശേഷം സ്കീം എന്ന ഭാഗത്ത് പോയി ഫൈനാൻഷ്യൽ അസിസ്റ്റൻസ് ഫോർ മാരേജ് ഓഫ് ഡോട്ടേഴ്സ് ഓഫ് വിഡോസ് അല്ലെങ്കിൽ അർഹതപ്പെട്ട മറ്റ് വിവാഹ സഹായ പദ്ധതി എന്നത് തിരഞ്ഞെടുക്കുക. അപേക്ഷാ ഫോമിൽ ചോദിച്ചിരിക്കുന്ന വിവരങ്ങൾ കൃത്യമായി പൂരിപ്പിക്കുക. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, വിവാഹ ക്ഷണക്കത്ത്, വാർഡ് മെമ്പറുടെ സാക്ഷ്യപത്രം എന്നിവ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യുക. അപേക്ഷ സമർപ്പിച്ച ശേഷം ലഭിക്കുന്ന അക്നോളജ്മെന്റ് നമ്പർ സൂക്ഷിച്ചു വയ്ക്കുക. ഇത് നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെന്ററിലൂടെ ചെയ്യാവുന്നതാണ്. ഈ സ്കീമിൻ്റെ പേര് സുനീതി പോർട്ടലിലാണ് ഇതിന് വിവാഹ ധനസഹായത്തിന് അപേക്ഷിക്കേണ്ടത്. അടുത്തതായി പ്രധാനമന്ത്രി മാതൃവന്ദന യോജന PMMVY പ്രസവാനുകൂല്യം. ഗർഭിണികൾക്കും മുലയൂട്ടുന്ന അമ്മമാർക്കും നൽകുന്ന ഈ കേന്ദ്ര സർക്കാർ ആനുകൂല്യത്തിന് ഗുണഭോക്താവിന് നേരിട്ടോ അല്ലെങ്കിൽ അതത് പ്രദേശത്തെ അംഗനവാടി വർക്കർ വഴിയോ ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് PMMVY.WED.gov.in എന്നതാണ്. ഇതിൻ്റെ ലിങ്ക് ഈ വീഡിയോയുടെ താഴെ ഞാൻ കൊടുക്കുന്നതാണ്. ഇതിന് അപേക്ഷിക്കേണ്ടത് PMMVY-യുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ് സന്ദർശിക്കേണ്ടത്. അവിടെ സിറ്റിസൺ ലോഗിൻ എന്ന ഓപ്ഷൻ കാണും. നിങ്ങളുടെ മൊബൈൽ നമ്പർ നൽകി OTP വഴി അതും ലോഗിൻ ചെയ്യേണ്ടതാണ്. ലോഗിൻ ചെയ്ത ശേഷം ഡേറ്റ എൻട്രി എന്ന മെനുവിൽ ക്ലിക്ക് ചെയ്ത് ബെനിഫിഷ്യറി രജിസ്ട്രേഷൻ ഫോം തുറക്കണം. അവിടെ ആദ്യത്തെ പ്രസവമാണോ അതോ രണ്ടാമത്തെ പെൺകുട്ടിയാണോ എന്ന് കൃത്യമായി സെലക്ട് ചെയ്യണം. അമ്മയുടെ ആധാർ കാർഡ് വിവരങ്ങൾ, LMP തീയതി, അമ്മയും കുഞ്ഞും എടുത്തിട്ടുള്ള വാക്സിനേഷൻ തുടങ്ങിയ വിവരങ്ങൾ കൃത്യമായി അവിടെ രേഖപ്പെടുത്തണം. തുക നേരിട്ട് ക്രെഡിറ്റ് ആകേണ്ട ബാങ്ക് അക്കൗണ്ടിൻ്റെ വിവരങ്ങളും ആധാറുമായി ലിങ്ക് ചെയ്ത ഫോമും സബ്മിറ്റ് ചെയ്യണം.
മകളുടെ വിവാഹ ധനസഹായത്തിന് കേരള സർക്കാരിൻ്റെ ഒഫീഷ്യൽ പോർട്ടലായ സുനീതി പോർട്ടലിലാണ് അപേക്ഷിക്കേണ്ടത്. ആ പോർട്ടലിൻ്റെ പേര് sunidhi.sjd.kerala.gov.in. ഇത് നിങ്ങൾക്ക് വീട്ടിലിരുന്ന് തന്നെ അപേക്ഷിക്കാവുന്നതാണ്. വരുമാന സർട്ടിഫിക്കറ്റും ആവശ്യമായ രേഖകളും ഓൺലൈനായി അപ്ലോഡ് ചെയ്താൽ മതിയാവുന്നതാണ്. അതുപോലെ അമ്മമാർക്കുള്ള പ്രസവാനുകൂല്യത്തിന് സിറ്റിസൺ ലോഗിൻ വഴി അപേക്ഷിച്ച് മൊബൈലിലൂടെ നേരിട്ട് രജിസ്റ്റർ ചെയ്യാവുന്നതുമാണ്. ഇതിന് ബുദ്ധിമുട്ടുള്ളവർക്ക് അടുത്തുള്ള അങ്കണവാടി വർക്കറെ സമീപിച്ചാൽ അവർ തികച്ചും സൗജന്യമായി ഈ അപേക്ഷ ഓൺലൈനായി ചെയ്തു തരുന്നതായിരിക്കും. അർഹതപ്പെട്ട തുക നിങ്ങളുടെ ആധാർ ലിങ്ക് ചെയ്ത ബാങ്ക് അക്കൗണ്ടിലേക്കാണ് നേരിട്ടെത്തുന്നത്. അടുത്തതായി ലൈഫ് മിഷൻ പദ്ധതിയാണ്. ഇനി മലയാളിക്ക് എന്നും നെഞ്ചോട് ചേർത്ത ഒരു സ്വപ്നമാണ് സ്വന്തമായി ഒരു വീട് എന്നുള്ളത്. വാനിൽ ഉയരുന്ന വലിയ കൊട്ടാരങ്ങളല്ല, മഴ നനയാതെ തലചായ്ക്കാൻ ഒരിടം. അതിനായി നമ്മുടെ സംസ്ഥാന സർക്കാർ നടപ്പിലാക്കുന്ന വിപ്ലവകരമായ പദ്ധതിയാണ് ലൈഫ് മിഷൻ. ഭൂരഹിതരും ഭവനരഹിതരുമായ ലക്ഷക്കണക്കിന് ആളുകൾക്കാണ് ഇതിലൂടെ ഇതുവഴി വീട് ലഭിച്ചിട്ടുള്ളത്. 4 ലക്ഷം രൂപ വരെയാണ് ഒരു വീട് നിർമ്മിക്കാനായി ഘട്ടം ഘട്ടമായി നിങ്ങളുടെ അക്കൗണ്ടിലേക്ക് സർക്കാർ കൈമാറുന്നത്. പഞ്ചായത്തുകളിലോ നഗരസഭകളിലോ അപേക്ഷ ക്ഷണിക്കുന്ന മുറയ്ക്ക് ഓൺലൈൻ വഴിയാണ് ഇത് അപേക്ഷിക്കേണ്ടത്. ഇതിനാവശ്യമായ രേഖകൾ സ്വന്തമായി ഭൂമിയില്ലെന്ന് തെളിയിക്കുന്ന വില്ലേജ് സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, വാർഷിക വരുമാന സർട്ടിഫിക്കറ്റ്. 3 ലക്ഷത്തിൽ താഴെയായിരിക്കണം വാർഷിക വരുമാനം. ലൈഫ് മിഷൻ പദ്ധതിക്ക് അപേക്ഷിക്കേണ്ട രീതി നമുക്ക് നോക്കാം. ലൈഫ് മിഷൻ പദ്ധതിയുടെ പുതിയ ഘട്ടത്തിലേക്കുള്ള അപേക്ഷകൾ സർക്കാർ ക്ഷണിക്കുമ്പോൾ അക്ഷയ കേന്ദ്രങ്ങൾ വഴിയോ അല്ലെങ്കിൽ സ്വന്തം മൊബൈലിലോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് ഓൺലൈനായി അപേക്ഷിക്കാവുന്നതാണ്. ഇതിൻ്റെ ഒഫീഷ്യൽ വെബ്സൈറ്റ് life.lstkerala.gov.in എന്നതാണ്. അതാത് സമയത്ത് സർക്കാർ നൽകുന്ന ഔദ്യോഗിക ലൈഫ് മിഷൻ ലിങ്ക് ആണ് ഇത്. ഇതിൻ്റെ അപേക്ഷാ നടപടികൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഇതിനും ലൈഫ് മിഷൻ പോർട്ടലിൽ പ്രവേശിച്ച് നിങ്ങളുടെ സജീവമായ മൊബൈൽ നമ്പരും പേരും നൽകി രജിസ്റ്റർ ചെയ്യുക. നിങ്ങളുടെ ഫോണിലേക്ക് വരുന്ന OTP നൽകി ഒരു പാസ്വേഡ് സെറ്റ് ചെയ്യുക. ലോഗിൻ ചെയ്ത തദ്ദേശ സ്ഥാപനം തിരഞ്ഞെടുക്കുക. ശേഷം രജിസ്റ്റർ ചെയ്ത മൊബൈൽ നമ്പരും പാസ്വേഡും ഉപയോഗിച്ച് ലോഗിൻ ചെയ്യുക. അതിനുശേഷം നിങ്ങളുടെ ജില്ല, പഞ്ചായത്ത്, വാർഡ് നമ്പർ എന്നിവ നൽകി സെലക്ട് ചെയ്യുക. അപേക്ഷകന്റെ പേര്, ആധാർ നമ്പർ, റേഷൻ കാർഡ് നമ്പർ, കുടുംബത്തിലെ അംഗങ്ങളുടെ എണ്ണം, നിലവിലെ വീടിൻ്റെ അവസ്ഥ ഉണ്ടെങ്കിൽ അത്, വാർഷിക വരുമാനം, ഭിന്നശേഷി അല്ലെങ്കിൽ മാരക രോഗങ്ങൾ ഉള്ളവരാണോ തുടങ്ങിയ വിവരങ്ങൾ നൽകുക. വില്ലേജ് ഓഫീസിൽ നിന്നുള്ള വരുമാന സർട്ടിഫിക്കറ്റ്, റേഷൻ കാർഡ്, ആധാർ കാർഡ്, ഭൂമി ഉണ്ടെങ്കിൽ അതിൻ്റെ നികുതി രസീത് എന്നിവയെല്ലാം ഇതിൽ സ്കാൻ ചെയ്ത് അപ്ലോഡ് ചെയ്യേണ്ടതാണ്. എല്ലാ വിവരങ്ങളും ഒന്നുകൂടി പരിശോധിച്ച ശേഷം സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപേക്ഷ വിജയകരമായി സമർപ്പിച്ചു കഴിഞ്ഞാൽ ലഭിക്കുന്ന രജിസ്ട്രേഷൻ നമ്പറും ആപ്ലിക്കേഷൻ പ്രിൻ്റ് ഔട്ടും സൂക്ഷിച്ചു വയ്ക്കുക. ഇനിയും ഇത് നിങ്ങൾക്ക് അടുത്തുള്ള അക്ഷയ സെൻ്ററിലൂടെ വളരെ എളുപ്പം ചെയ്യാവുന്നതാണ്. ഇനി ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം, ലക്ഷങ്ങൾ വിലമതിക്കുന്ന ഈ ലൈഫ് മിഷൻ ഭവന പദ്ധതിയിലേക്ക് നമ്മൾ അപേക്ഷിക്കേണ്ടത് ഈ രീതിയിലാണ്. സർക്കാർ ഇതിനായുള്ള അപേക്ഷകൾ ക്ഷണിക്കുന്ന സമയത്ത് മാത്രമേ ഇതിന് അപേക്ഷിക്കുവാൻ പറ്റുകയുള്ളൂ. ഓൺലൈനായി ചെയ്യാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് തൊട്ടടുത്ത അക്ഷയ സെൻ്ററുകൾ വഴിയോ അല്ലെങ്കിൽ വാർഡ് മെമ്പർ, കൗൺസിലർ വഴിയോ അപേക്ഷ സമർപ്പിക്കുവാനും കഴിയുന്നതാണ്. നിങ്ങളുടെ പഞ്ചായത്തിൽ അന്വേഷിച്ചാൽ ഈ വിവരങ്ങൾ കൂടുതൽ അറിയുവാൻ കഴിയുന്നു. ഇനിയും അടുത്ത വാർദ്ധക്യത്തിൻ്റെ വക്കിൽ തനിച്ചായി പോയവർക്കും രോഗശയ്യയിൽ ആശ്വാസം തിരയുന്നവർക്കും സർക്കാർ നൽകുന്ന സാമൂഹിക സുരക്ഷാ പെൻഷനുകൾ വലിയൊരു തണലാണ്. വിധവാ പെൻഷൻ, അവിവാഹിതരായ സ്ത്രീകൾക്കുള്ള പെൻഷൻ, കർഷക തൊഴിലാളി പെൻഷൻ എന്നിവയെല്ലാം ഇതിൽപ്പെടുന്നു. കൃത്യമായ ഇടവേളകളിൽ ഈ തുകകൾ നിങ്ങളുടെ അക്കൗണ്ടിലോ അതത് സഹകരണ ബാങ്കുകൾ വഴിയോ വീട്ടിൽ നേരിട്ട് എത്തുന്നതാണ്. ഇതിനു പുറമെ നമ്മുടെ കുട്ടികളുടെ പഠനം മുടങ്ങാതിരിക്കാൻ ഒട്ടനവധി വിദ്യാഭ്യാസ സ്കോളർഷിപ്പുകളും പിന്നോക്ക വിഭാഗങ്ങളിലെ കുട്ടികൾക്കും സൗജന്യ ലാപ്ടോപ്പുകളും സർക്കാർ വിതരണം ചെയ്യുന്നുണ്ട്. വിദ്യാലയങ്ങൾ വഴിയോ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ വഴിയോ ആണ് ഇതിന് രജിസ്റ്റർ ചെയ്യേണ്ടത്. ഇനി നമ്മുടെ മക്കളുടെ ഭാവി സുരക്ഷിതമാക്കാൻ സർക്കാർ ഒരുക്കുന്ന വിദ്യാഭ്യാസ സഹായങ്ങളിലേക്ക് പോവുകയാണെങ്കിൽ സാമ്പത്തിക ബുദ്ധിമുട്ട് കാരണം ഒരു കുട്ടിയുടെയും പഠനം മുടങ്ങാതിരിക്കാൻ കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ നിരവധി സ്കോളർഷിപ്പുകളാണ് നൽകുന്നത്. 1-ാം ക്ലാസ് മുതൽ റിസർച്ച് ചെയ്യുന്നവർക്ക് വരെ കേന്ദ്ര സർക്കാരിൻ്റെ നാഷണൽ സ്കോളർഷിപ്പ് പോർട്ടൽ
scholarships.gov.in എന്ന ന്യൂനപക്ഷ സ്കോളർഷിപ്പുകളും മെറിറ്റ് സ്കോളർഷിപ്പുകൾക്കും അപേക്ഷിക്കാവുന്നതാണ്. മുൻവർഷത്തെ പരീക്ഷയിൽ 50% നിശ്ചിത മാർക്ക് ഉള്ളവർക്കും നിശ്ചിത വരുമാനമുള്ളവർക്കും ഇതിൻ്റെ ആനുകൂല്യം ലഭിക്കും. ഇതുകൂടാതെ ഉയർന്ന പ്രൊഫഷണൽ കോഴ്സുകൾക്ക് പഠിക്കുന്ന പട്ടികജാതി പട്ടികവർഗ വിഭാഗത്തിലെ കുട്ടികൾക്കും സർക്കാർ സൗജന്യ ലാപ്ടോപ്പുകൾ വിതരണം ചെയ്യുന്നുണ്ട്. അതത് വിദ്യാലയങ്ങൾ വഴിയോ ഓൺലൈൻ പോർട്ടലുകൾ വഴിയോ ഇതിനായി അപേക്ഷിക്കാം. സാധാരണക്കാരായ കുട്ടികൾക്ക് കുറഞ്ഞ ചെലവിൽ ലാപ്ടോപ്പ് സ്വന്തമാക്കാൻ കുടുംബശ്രീ വഴിയുള്ള വിദ്യാശ്രീ പദ്ധതിയും നിലവിലുണ്ട്. സ്കൂളുകളിലും കോളേജുകളിലും അഡ്മിഷൻ എടുക്കുന്ന സമയത്ത് തന്നെ ഇത്തരം സ്കോളർഷിപ്പുകളുടെ അപേക്ഷാ തീയതികൾ വരാറുണ്ട്. അത് കൃത്യമായി പരിശോധിക്കുക. കൂട്ടുകാരെ ഓർക്കുക, ആനുകൂല്യങ്ങൾ ആരും നമ്മുടെ വീട്ടിൽ വന്ന് തരണമെന്നില്ല. നാം അറിഞ്ഞു വേണം ഇതിന് അപേക്ഷ കൊടുക്കുവാൻ. അർഹതപ്പെട്ട കൈകളിൽ ഈ സഹായങ്ങൾ എത്തുമ്പോഴാണ് ക്ഷേമ പദ്ധതികൾ പൂർണ്ണമാകുന്നത്. നിങ്ങളുടെ അറിവില്ലായ്മ കാരണം ₹1 പോലും നിങ്ങൾക്ക് നഷ്ടപ്പെടരുത്. ഈ പദ്ധതികളെക്കുറിച്ച് സംശയമുണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ ഇനിയും ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ വീണ്ടും സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ്.